Hello guys, Assalamu alaikum and welcome back to a new video. So എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക്. ഈദിന് രാവിലത്തെ നിസ്കാരത്തിന് വേണ്ടി നാദിൽ ഷിബ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് യുവാക്കൾ. ഇതിൻ്റെ കൂടെ ഷെബിനുണ്ടെന്ന് നമ്മളെ കൂടെ പെരുന്നാൾ ഒഴിവാക്കാൻ. അപ്പോൾ രാവിലെ ഒരു പെരുന്നാൾക്ക് ഇത്ര നേരത്തെ നീച്ചിട്ടൊന്നും പോയ ഓർമ്മ എനിക്കില്ല. 4 മണിക്കായിട്ട് നീച്ചുകൾ 4 മണിക്ക് നീച്ച് കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്ത് കിട്ടും. ഇവിടെ ദുബായ് കിടിലം മഴ പെയ്ത ഒരു ഫീലുണ്ട്. റോഡൊക്കെ ഫുൾ വെള്ളമാണ്. സോ നമുക്കിനി ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് റാസയിൽ പോയി അവിടുന്ന് ഒരു ബസ് കയറി റാസൽ ഫോറുള്ള സമാരി റെസിഡൻസ് എത്തണം. അവിടെ എത്തിയാൽ പിന്നെ ഇൻഷാല്ലാ ഒപ്പം പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇവിടുത്തെ ബസ്സും അവിടുത്തെ ബസ്സും കറക്റ്റ് കിട്ടുമോ അറിയില്ല. കിട്ടിയാൽ സെറ്റാവും. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ കാണാം. സെറ്റല്ലേ? ഫസ്റ്റ് ഈദല്ലേ ദുബായ്? നിന്റെ ഹോളിലെ മെയിൻ കടക്കെ ചെന്നാവും. അങ്ങനെയാണ് ഇതിൽ കിട്ടണ കറക്റ്റ്. അങ്ങനെ ഗൈസ് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി. അങ്ങനെ അതിൻ്റെ മുമ്പിലുള്ള ഈ പള്ളി കയറി നമ്മൾ സുബൈ നിസ്കരിച്ചു. നമ്മൾ ഉപ്പാനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എപ്പോഴാണ് ഉപ്പാനെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇപ്പോൾ ലൈറ്റ് ആയിക്കണത്. പിന്നെ 2 അലേർട്ട് മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്നും ടെൻഷനായി, പക്ഷേ വലിയ കുഴപ്പങ്ങളില്ല. ഞങ്ങളൊക്കെ കറക്റ്റ് ടൈമാണ്. വാപ്പയാണ് ഇപ്പോൾ നമുക്ക് പണി വന്നിട്ടുള്ളത്. ഇതുവരെ ബോസ് എത്തിയില്ല. ഇവിടെയുള്ള പള്ളികളൊക്കെ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കയറി സുബൈ നിസ്കരിച്ച പള്ളി ഓൾമോസ്റ്റ് ഫുള്ളാണ്. പിന്നെ വലിയ പള്ളിയല്ലേ, ചിലപ്പോൾ നേരം പരപരാ വെളുത്തു തുടങ്ങുന്നു. 30 മിനിറ്റ് അവശേഷിക്കുക. എന്തും സംഭവിക്കാം. പള്ളിക്ക് ചിലപ്പോൾ സ്ഥലം കിട്ടാണ്ടിരിക്കാം. പോയൊക്കെ നമുക്ക്. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഈദ് മുബാറക് കിട്ടി. അതിൽ ഞങ്ങൾ അൽഹംദുലില്ലാ ഹാപ്പിയാണ്. അപ്പം എന്തായാലും കാണാം ഗൈസ്. ഇപ്പം വന്നിട്ട് കാണാം. 2 hours later. 6 മണിക്ക് എത്താറുള്ള ആള് 6:20 നമസ്കാരം കിട്ടും പള്ളിക്ക് ഉള്ളില്. അതൊക്കെ പോവാ. ഒരു സൂപ്പറായിട്ടോ പോടാ. ഈദ് മുബാറക്. കുട്ടികളെ സ്നേഹം ഗൈസ്. ബ്രേക്ക് കിട്ടി. എന്താ കിട്ടി? ഭീമ ഒരു ഗോൾഡ് കോയിൻ കിട്ടി. ബ്രേക്കും കിട്ടി. ജുമ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഫുള്ള് നല്ല റഷ് ഉണ്ട് കേട്ടോ പള്ളിയിൽ. ഞങ്ങൾ ഉള്ളിലേക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നത്. ഞങ്ങൾ കിട്ടിയ പുറത്താണ്. എന്നാലും അടിപൊളി ഏരിയ, നല്ല ഏരിയയാണ്. സെക്കൻഡ് ഏരിയ ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുക. പള്ളിൻ്റെ ഉള്ളിൽ കയറണം. അത്യാവശ്യം തിരക്കുണ്ട് പള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഗൈസ് ഷബിന് പള്ളി കാണാൻ വേണ്ടി കയറി. പള്ളി ഒന്നാകെ ലൈറ്റൊക്കെ ഓഫാക്കിയാണ്. അവിടെ യുദ്ധം കഴിഞ്ഞ മാതിരി വെള്ളക്കുപ്പികളൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചിതറി കിടക്കുകയാണ്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഇനി എന്താണല്ലേ ഈ ജുമാക്ക് കണ്ടന്നെ വരണം. അപ്പോൾ വന്നിട്ട് ഇൻഷാല്ലാ പള്ളീൻ്റെ നല്ല നല്ല ഷോട്ട്സ് എടുക്കാം. പള്ളി അടിപൊളി പള്ളി കേട്ടോ. മാഷാ അല്ലാഹ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പള്ളിയാണ്. പള്ളിക്കത്ത് ഇമാമിനായിട്ട് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഫോട്ടോഷൂട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ്. ഫോട്ടോഗ്രാഫറായിട്ട് ഞാനുണ്ട്. കാമക്കാട് മൊത്തം വീഡിയോ ഓണാണ്. ഒരു ഈദ് മുബാറക് അടിച്ചോളി.
ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കന്തൂറക്കാർ ഒരുത്തവിടെ എന്നെ ചാമ്പി പോയടാ, ചാമ്പി പോയി. ഫോട്ടോ എടുത്തെടുത്ത് എടുക്കട്ടോ. എന്താ പറഞ്ഞോളി എന്തെങ്കിലും. പെരുന്നാൾ സാധനം കിട്ടി, പെരുന്നാൾ സാധനം. വാപ്പി മോന് സിംഗിൾ നിങ്ങളുണ്ട്. നമ്മൾ ഷെബിനെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു. ഷെബിനൊരു കിഡെല്ലാം പിക്ക് എടുത്ത് തന്നു. ഷെബിനൊരു പിക്ക് എടുത്ത് കൊടുക്കട്ടെ. സോ ഫോട്ടോഗ്രാഫി ഞങ്ങൾക്കും പഠിപ്പിച്ചുതരാം. ഇതിപ്പോൾ രണ്ടും പാടും കിട്ടൂല ഗൈസ്. അതുകൊണ്ട് നമുക്ക് പിന്നെ നല്ല രീതിക്ക് എടുത്ത് കൊടുത്തിട്ട് കാണാം. അതാ ശ്രദ്ധിക്ക്. രാവിലെ തന്നെ നല്ല പായസം. ഇതാരെ സ്പോൺസർ ആരാ? അയ്യോ അതാ പായസാണ്. പല സ്ഥലത്തുനിന്നൊക്കെ വന്ന അതിഥികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫോട്ടോ സെഷൻ കഴിഞ്ഞു. ഇനി പായസം ഉണ്ട്, പായസം കുടിക്കാണ്ട്. പിന്നെന്താ പരിപാടി? പിന്നെന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ പുതിയ പിള്ളേർ വന്ന പോലെ അവിടെ പോയി നിൽക്കുന്നത് അളിയന്മാര് പറഞ്ഞ കൂട്ടിക്കൊണ്ടിരുന്നത്. അതാ ഡോണെത്തി ഡോൺ. ക്ലാസ് പിടിച്ചാൽ കിട്ടുന്നു. മുന്നിലെ മോന്റെ പേരെന്താണ്? റണ്ണിങ്ങിലാണ്. ഇതിലൊന്നുമില്ല, വേറെ വെള്ളാണല്ലോ. അടകോരി അണ്ടിപ്പരിപ്പ് മുന്തിരി ചെക്കണ്ടല്ലോ. 50 ആക്ക ഭയങ്കര മധുരം ഉണ്ടാവും. അത് പോയല്ലോ. അക്ബർക്ക് ഒരു ക്ലാസ്സും പറ. ആ ഗ്രൂപ്പിലിട്ടുണ്ടോ? ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ട്. അല്ലല്ല, മറ്റേ ബൂംബും സ്പെഷ്യൽ എന്താ? അതിന്റെ അപ്പുറത്തൊരു ഇതുണ്ട്. ഉസ്മാനിയ ഹോട്ടൽ, ഉസ്മാനിയ ഓൾഡ് ഉസ്മാനിയ. നമ്മളെ ചായ കുടിക്കാൻ ബൂംബൂലാണ് പോകുന്നത്. സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടെന്ന് പിന്നെ പത്തല്, നൈസ് പത്തിരി, പൊറോട്ടോ ആൻഡ് ചട്ടിക്കറി, പിന്നെന്താ ചപ്പാത്തി. ഇങ്ങനെ ആള് പോകണ്ടെങ്കിൽ അവിടേക്ക് പോണോ? എവിടേക്ക്? നമ്മുടെ അൺലിമിറ്റഡ് അല്ലേ? രാവിലെ മയക്കാറുണ്ട്. പുറത്തൊക്കെ നല്ല ക്ലൗഡൊക്കെ നല്ല സീനാണ്. നമുക്ക് കുറച്ച് മൈക്ക് എടുക്കണം. മൈക്ക് വോയിസ് എന്താ പാടുന്ന വെച്ചാൽ കുറച്ച് മൈക്ക് എടുക്കണം. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
അസ്സലാമലൈക്കും. ഈദ് മുബാറക്. ഇതുണ്ട് ഇതാ ഈദ് വ്ളോഗ്. ആർക്കാണ് ഈദ് മുബാറക്. ആരാണ് എവിടെയാണ് ഉള്ളുകാടിയുമാ സീനാലോ. ഓരോരുത്തരായി ഓരോ സൈഡിൽ ചാടി കയറിയിട്ടുണ്ട്. ഇതേതാ ടീം? ഇത് നമ്മളെ ആദിസിപ്പ നോമ്പർ ടീം. ഇതും ആദിസിപ്പ ടീം തന്നെയാണ്. ഫുൾ ടീം ഇതാ. അവിടെ ഒരു ടേബിൾ ഉണ്ട്. നമ്മൾ വേറെ ടേബിൾ അവിടെ ഫിക്സ് ചെയ്തിക്കണ്. എടുത്തെടുത്തെടുത്ത് വേറെ തിരിയാത്ത. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫ്രം കടവത്തൂർ കഫേ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല റഷ് ഉണ്ട്. എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കഴിക്കാനുള്ള മൂഡിൽ വന്നാവുന്നതിന് അവിടെ നല്ല റഷ് ഉണ്ട്. പിന്നെ ഷോപ്പ് കാണിച്ചു കൊടുത്തടാ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ സ്പേസ് കിട്ടിയിട്ട് കാണാം. അപ്പോൾ വെറൈറ്റി പത്തിരിയൊക്കെ ഉണ്ടാവുന്നില്ലേ? ഇത് നമ്മളൊരു ടീമാട്ടോ. അപ്പോൾ എന്തായാലും ഇനി കഴിക്കാതിരിക്കുമ്പോൾ കാണാം. പറഞ്ഞെടുത്താ ഇവിടെ എന്താ സ്പെഷ്യൽ എന്തൊക്കെയല്ലേ? ഇവിടെ നല്ല നെയ്പ്പത്തലുണ്ട്, ബീഫ് ഇപ്പൊ കിട്ടും അതൊക്കെ. അത് സാധനം റെഡിയാണ്. സീറ്റ് ഇല്ലാത്ത പ്രശ്നം. 10 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ല ആ മറ്റേ മറ്റുണ്ടല്ലോ അയാസിന്റെ വണ്ടി അതിലൊക്കെ ആരൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കട്ടാ കന്തൂറ. ആ ഫോട്ടോല്ലോ വീഡിയോ. എല്ലാവരും ഫുഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും ഒരു തൊട്ടില്ല. ആ ചെക്കനോട് ഇതൊന്ന് കാണുകയാണ്. ആ ചെക്കനോട് എടുപ്പിച്ചാണ്. മഴയൊന്നും ഇതിൽ കാണാനില്ല. എന്നാലും കാണുന്നില്ല. അങ്ങനല്ല, പെരുന്നാൾ മഴ. അങ്ങനെ ഗൈസ്, രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എപ്പോഴാണ് നമ്മൾ ക്യാമറ ഓണാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജുമ കഴിഞ്ഞു. പിന്നെ അതാ നമ്മളെ അണ്ണൻ്റെ നല്ലൊരു ഉറക്കവും കഴിഞ്ഞു. ഉറങ്ങിയവന് വീട്ടിലൊരു ഉറക്കം. അപ്പോൾ നല്ല മഴ കേട്ടോ, നല്ല ഒരു മഴ കിട്ടിയിട്ടുണ്ട്. സോ ഈ മഴയത്ത് ഉച്ചയ്ക്ക് നല്ല ബിരിയാണി അടിക്കാൻ പോവാണ്. ഇവിടെ കരാമല്ല പോകണം നമ്മള്. അപ്പോൾ കരാമ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് പരിപാടി നാളെ ആവും. നാളെയാണ് ഇപ്പോൾ കുറച്ച് വലിയ പ്ലാനൊക്കെ കിട്ടുന്നത്. ചോറ് കിട്ടൂലേ? കിട്ടുമോ? ചോറ് കിട്ടും. തിരക്കുണ്ടാവും, നല്ല തിരക്കുണ്ടാവില്ലേ? വെള്ളിയാഴ്ചയും പെരുന്നാളും ഒന്നിച്ച്. ജുമാ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. തീർക്കാൻ പറഞ്ഞു. തോന്നുന്നൊരു 20-25 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും പട്ടപടച്ച് കഴിഞ്ഞ്. ജുമാ വന്നിട്ടില്ല, ആരും ഇല്ല. ജുമാക്കൊക്കെ പള്ളി കുറച്ച് ഫ്രീ ഉണ്ടായിരുന്നു. പള്ളി പെരുന്നാൾക്ക്
പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ ഒരു തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ആ തിരക്കൊക്കെ ഉണ്ടാവും ജുമാക്ക് സാധാരണ. അല്ല പെരുന്നാൾ അത്ര ഇല്ലെങ്കിലും ഫുള്ളാവുന്നുണ്ട്. ഫുള്ളായിട്ട് പുറത്തു ആളുണ്ടാവില്ല. വലിയ ആളല്ല, എത്ര ആള് പോകണേ, 1000 എത്ര ആള് പോകും. എന്തായാലും ആളും കുറവായിരുന്നു 1000 തോന്നുന്നത്. ചിലപ്പോൾ ഒറ്റ ജുമായിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഗൈസ് നല്ല മഴ ഉണ്ടോ ദുബായിൽ, നല്ല മഴ. അപ്പൊ എന്തായാലും ഇനി കരാമെത്തി കാണാം ഗൈസ്. എന്താ അവസ്ഥ അവിടുത്തെ അറിയില്ല, ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവും. വിളിച്ചു നോക്കണം നമുക്ക്. എന്തായാലും പോയേക്കാം. പൗളാട്ടോ, അത് പൗളാണ്. നീണ്ട അരമണിക്കൂർ കാത്തിരിക്കുന്ന ശേഷം നമുക്ക് സീറ്റും കിട്ടി, ഫുഡും കിട്ടിയിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ കഴിച്ച് നമ്മളെ മാമനെ കിട്ടിയിട്ടുണ്ട്. മാമന്റെ കഥ ചായ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തോട്ട് അവീർക്കല്ലേ, നമ്മളെ മൂത്താപ്പുണ്ട് അവീറിൽ. അപ്പോൾ അവിടേക്ക് പോകാണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഷെബിന് നൈസായിട്ട് പോയി. അവനക്ക് വേറെ അവൻ്റെ കസിൻസ് ആരൊക്കെ വന്നപ്പോൾ പോയിട്ടുണ്ട്. സോ നമുക്കിനി അവീറിലെത്തി കാണാം. അപ്പോൾ കഴിച്ച് നമ്മൾ കുറച്ച് ലോങ് യാത്ര നടത്തിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അല്ലവീറിലാട്ടോ. അല്ലവീറിൽ ഇതാ ഈ കാണുന്ന ഷോപ്പാണ് നമ്മളെ മൂത്താപ്പാൻ്റെ ഷോപ്പ്. മൂത്താപ്പ വെച്ചാൽ പാൻ്റെ ബ്രദർ, പാൻ്റെ ഏട്ടൻ്റെ ഷോപ്പ്. എൻ്റെ ആ നിൽക്കുന്ന ബ്ലൂ ടീഷർട്ടാണ് നമ്മളെ കസിന്, മൂത്താപ്പാൻ്റെ മോന്. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളെ മാമൻ, പിന്നെ ഉപ്പ, മൂത്താപ്പയും എല്ലാവരും ഉള്ളിലുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ഒരു ടൂർ കാണിച്ചു തരാം മൊത്തത്തിൽ. ഇവിടെ സൂപ്പർ മാർക്കറ്റ് മെയിൻലി. മുമ്പൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു ഓർമ്മയിൽ എനിക്ക് ഇവിടൊക്കെ ഉണ്ടായിരുന്നത് ഫുൾ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ബുർജ് ഖലീഫ, ബുർജുൽ അറബ്, അങ്ങനത്തെ സുവനീർ ഐറ്റംസും ഗ്ലാസിൻ്റെ ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസും ടോയ്സൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നത് ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വരുന്നത്. 12 തന്നെയല്ലേ? അല്ലോ 12 ഓവറായില്ലേ? 12 അല്ല, ഞാൻ നാട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 8th 9th 10th +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ, പിന്നെ തേർഡ് ഇയർ. 8-9 വർഷം 8-9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ മൊത്തം മാറിയിട്ടുണ്ട്. ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന മാതിരിയല്ല ഇപ്പോൾ. പണ്ട് ഇതാ ഈ ഒരു റേഞ്ച് വരെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ പുതിയൊരു എക്സ്റ്റൻഷനിൽ ഇവർ കൊണ്ടുവന്നാണ്. അങ്ങനെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ മൊത്തം ഒരു സൂപ്പർ മാർക്കറ്റ് ആ ഒരു സംഭവത്തിലേക്ക് വരുത്തിയിട്ടുണ്ട്. സോ അല്ലവീറിലാണ് നമ്മളെ ഈ ഷോപ്പുള്ളത്. ഡെസേർട്ട് സഫാരി, ഡെസേർട്ടിൻ്റെ പരിപാടിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. ടൂറിസ്റ്റുകളാണ് ഇവരെ മെയിൻ കസ്റ്റമേഴ്സ് വരുന്നത്. ഇവിടുന്ന് ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആർമി ഡിഫൻസിൻ്റെ ഒരു ഏരിയ കിട്ടും. നേരെ തേക്കടാ വ്ളോഗിലാ. ഇതാണ് നമ്മളെ കസിൻ മൂത്താപ്പാൻ്റെ മോൻ മിസ്റ്റർ സുഹൈൽ സുഖു. ഒരു ഈദ് മുബാറക്ക് അടിച്ചാളാ. എല്ലാവർക്കും എന്റെയും എന്റെ കസിന്റെയും. കുറച്ച് കാര്യമായിട്ട് പോകേണ്ടത് ഇപ്പോൾ യുദ്ധമൊക്കെ തുടങ്ങിയില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണ്ടേ. അപ്പൊ എന്തായാലും ചായ പിടിച്ചിട്ട് കാണാൻ ആക്കാൻ നമുക്ക്. അങ്ങനെ ഗൈസ്, ഫൈനലി ആഫ്റ്റർ എ ലോങ് ഡേ അതാ ബാക്ക് ഇൻ റൂമിലെത്തിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. രാവിലെ 4 മണിക്ക് എണീച്ച് പോയതാണ്. നമ്മൾ അവീർ പോയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. കസിനൊക്കെ കുറേ കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് കുറേ ടൈം സംസാരിച്ച് നല്ല രസമായിരുന്നു. കുറച്ച് പീസ്ഫുള്ളായി സ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ പോയി, മാമൻ പോയി, എല്ലാവരും പോയി. ഞാനും എൻ്റെ പിള്ളേരും, ദിൽഷിക് മോനുണ്ട്, എൻ്റെ ഫാരി മോനുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇൻഷാ അല്ലാഹ് കുറച്ച് വേറെ പരിപാടികൾ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ പാക്കലാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതായിരിക്കും. ദിസ് ഈസ് മീ മിച്ചൂസ്. എൻ്റെ കൂടെ ദിൽഷിക് ഫ്രം
ഫ്രം കോഴിക്കോട് കോഴിക്കോട്. ഫാരി ഫ്രം പുതിയങ്ങാടി പുതിയങ്ങാടി ഉണ്ട്. സോ നാളെ കാണാം. ബൈ, സൈനിങ് ഓഫ്.